ഇനി അവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആശയത്തിൽ നിന്ന് തന്നെ നമുക്ക് ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഒന്ന്, പവർ സ്റ്റേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എത്ര? 11 കിലോ വോൾട്ട്. അപ്പോൾ 11,000 വോൾട്ട്. ഇനി അവിടെ പവർ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അവിടെ എത്രയിൽ നിന്നും എത്രയിലേക്ക് ഉയർത്തുന്നു? 11 kVയിൽ നിന്നും 220 kVയിലേക്ക്, 11 kVയിൽ നിന്നും 220 kVയിലേക്ക് ഉയർത്തുന്നു. ഇനി ആ ട്രാൻസ്ഫോമറിൽ നിന്നും ഈ കറണ്ട് ഇങ്ങനെ ലൈനുകളിലൂടെ വരുമ്പോൾ പിന്നെ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ട്രാൻസ്ഫോമർ ഏതായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ 220 kVയെ പിന്നെ താഴ്ത്തിക്കൊണ്ടുവരാ ചെയ്യാം. 10 kV, 66 kV, 33 kV, 11 kV നമ്മുടെ വീട്ടിലെത്തുമ്പോൾ 230 വോൾട്ട്. 230 വോൾട്ട്. അപ്പോൾ അവിടെയൊക്കെ ചില സ്റ്റേഷനുകളുണ്ട്, സബ് സ്റ്റേഷനുകളുണ്ട്. പവർ സ്റ്റേഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ സബ് സ്റ്റേഷനുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സബ് സ്റ്റേഷനുകളാണ് ഒന്ന് മേജർ സബ് സ്റ്റേഷൻ, മറ്റൊന്ന് ഇന്റർമീഡിയറ്റ് സബ് സ്റ്റേഷൻ, മറ്റൊന്ന് സിറ്റി സബ് സ്റ്റേഷൻ. അപ്പം ഈ സബ് സ്റ്റേഷനുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഇനി നമ്മളെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ എത്രയായിരിക്കും വോൾട്ട്? 11 kV ആയിരിക്കും, 11 kV ആയിരിക്കും. അതിൽ നിന്നുള്ള ഔട്ട്പുട്ടിലുള്ള കറണ്ട് എത്ര ആയിരിക്കും? വോൾട്ട് എത്ര ആയിരിക്കും? 230 വോൾട്ട് ആയിരിക്കും. അപ്പോൾ അവിടെ യൂസ് ചെയ്ത ട്രാൻസ്ഫോമർ ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ വിതരണത്തിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ എന്തായിരിക്കും? 230 വോൾട്ട് ആയിരിക്കും. അപ്പോൾ എത്ര ലൈനാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്നത്? 2 ലൈനാണ്. ഒന്ന് ഫേസ് ലൈൻ, മറ്റൊന്ന് ന്യൂട്രൽ ലൈൻ. അപ്പോൾ ഈ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, അതായത് ഹൗസ് ഹോൾഡ് വയറിംഗ്, ഗൃഹവൈദ്യുതീകരണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു, വൈദ്യുതി പവർ സ്റ്റേഷനിൽ നിന്ന് അതിങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോ സബ് സ്റ്റേഷനുകളിലേക്ക് എത്തുകയും അവിടെ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്ക് എത്തി നമ്മുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ 230 വോൾട്ടാണ് എന്ന് പറഞ്ഞു. ഈ ചില വീടുകളിൽ ത്രീ ഫേസ് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ 3 ഫേസ് കണക്ഷൻ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ 400 വോൾട്ട് ഉണ്ടാവും, 230 വോൾട്ടും ഉണ്ടാവും. അപ്പോൾ 3 ഫേസ് വലിയ വീടുകളിൽ കൂടുതൽ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഈ മോട്ടോറുകളൊക്കെ പമ്പ് ചെയ്യാൻ, കൃഷി ആവശ്യത്തിനൊക്കെ നമ്മൾ, അതുപോലെ തന്നെ ഈ വലിയ വ്യവസായങ്ങളിലൊക്കെ ആണെങ്കിൽ അവ 3 ഫേസ് കണക്ഷനാണ്. അപ്പോൾ കുറച്ചും കൂടി വോൾട്ടേജ് എന്ത് ചെയ്യും? കൂടും. ഉപകരണത്തിന് കുറച്ചും കൂടി ക്ഷമത കൂടും. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു AC വരെ നമുക്ക് സിംഗിൾ ഫേസിൽ പ്രവർത്തിക്കാം. എന്നാൽ 2-3 AC ഒക്കെ ആണെങ്കിൽ ആ വീട്ടിൽ എന്താവശ്യമാണ്? 3 ഫേസ് ആവശ്യം. ഇല്ലെങ്കിൽ മൊത്തം വയറിംഗ് ഒക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. 3 ഫേസ് ചില വീടുകളിൽ 3 ഫേസ് ഉണ്ടാവും, ചില വീടുകൾ സിംഗിൾ ഫേസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഈ കറണ്ട് ആദ്യമായി എത്തുന്ന ഭാഗം ഏതാണ്? KSEB. അതായത് KSEBയിൽ നിന്ന് നമ്മൾ പവർ സ്റ്റേഷനിൽ നിന്നും ഈ ട്രാൻസ്ഫോമർ വഴി പിന്നെ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഏറ്റവും ആദ്യമായി കറണ്ട് എത്തുന്നത് ഏതിലേക്കാണ്? വാട്ട് അവർ മീറ്ററാണ്. നമ്മൾ കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്നൊരു മീറ്ററാണ് വാട്ട് അവർ മീറ്റർ. ഇപ്പോൾ ഡിജിറ്റൽ മീറ്ററുകളാണ് നമ്മുടെ വീടുകളിൽ കാണുന്നത്. അപ്പോൾ ഈ കിലോ വാട്ട് അവർ മീറ്റർ എന്നതാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ കിലോ വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നത്? വാട്ട് അവർ മീറ്റർ വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. കിലോ വാട്ട് അവർ യൂണിറ്റിലാണ് വൈദ്യുതോർജ്ജം അളക്കുന്നത്. ഇത് യൂണിറ്റ് എന്നും അറിയപ്പെടുന്നു. വാട്ട് അവർ മീറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. ഇലക്ട്രിക്കൽ എനർജി ഈസ് മെഷേർഡ് യൂസിങ് ദി യൂണിറ്റ്
കിലോ വാട്ട് ഹവർ. ദിസ് ഈസ് ആൾസോ നോൺ ആസ് എ യൂണിറ്റ്. അപ്പോൾ ഒരു കിലോ വാട്ട് ഹവറിനെ നമ്മൾ യൂണിറ്റ് എന്ന് പറയപ്പെടുന്നു. ഇലക്ട്രിസിറ്റിയുടെ അളവ് എത്രയാണ്, നമ്മൾ എത്ര അളവ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചു എന്നറിയാൻ വേണ്ടിയാണ് കിലോ വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നത്. കിലോ വാട്ട് അവർ മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഈ കിലോ വാട്ട് അവർ മീറ്റർ എന്ന് പറയാനുള്ള കാരണം എന്താ? കിലോ വാട്ട് ഹവർ, വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് ആണ് കിലോ വാട്ട് ഹവർ. ഒരു യൂണിറ്റ് വൈദ്യുതോർജ്ജം, അതായത് ഒരു കിലോ വാട്ട് ഹവർ. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് കിലോ വാട്ട് ഹവർ ആണ്, KWH ആണ്. 1000 വാട്ട്, അതായത് ഒരു കിലോ വാട്ട് പവറുള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് ഒരു യൂണിറ്റ്, അതായത് ഒരു കിലോ വാട്ട് അവർ വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നത്. The commercial unit of electrical energy is kilowatt hour. A device of power 1000 watt when used for 1 hour consumes 1 unit of electrical energy. That means 1 kilowatt hour. ഇനി ഒരു കിലോ വാട്ട് എന്നത് എത്ര ജൂളാണ്? കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്, 1000 വാട്ടാണ്. ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്, 60 മിനിറ്റാണ്. അതായത് 1 × 60 × 60 സെക്കൻഡാണ്. അപ്പോൾ ഒരു കിലോ വാട്ട് ഹവർ എന്നത് 1000 × 60 × 60, അതായത് 1000 × 3600. അപ്പോൾ ഒരു കിലോ വാട്ട് അവർ 1000 × 3600 എന്നുള്ളത് 36 ലക്ഷം ജൂൾ എന്ന് ലഭിക്കും. ഇതിനെ ചുരുക്കി എഴുതിയാൽ 3.6 × 10⁻6 ജൂൾ എന്ന് ലഭിക്കും. അതായത് 3.6 × 10⁻6 ജൂൾ എന്ന് ലഭിക്കും. അപ്പോൾ ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻6 ജൂളിന് തുല്യമാണ്. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പോൾ ഒരു മണിക്കൂറിൽ 1000 വാട്ട് ഒരു ഉപകരണം പ്രവർത്തിച്ചാൽ ഒരു യൂണിറ്റായി. ഇതാണ് ഒരു യൂണിറ്റ്. അതായത് ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് തുല്യമാണ്. അപ്പോൾ 1000 വാട്ടിലുള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ കൊണ്ട് ഉപയോഗിച്ചാൽ, യൂസ് ചെയ്താൽ അവിടെ ഒരു യൂണിറ്റായി. അപ്പോൾ 500 വാട്ടുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ വീട്ടിലെങ്കിൽ അത് എത്ര മണിക്കൂർ ഉപയോഗിക്കണം? ഒരു കിലോ വാട്ട് 2 മണിക്കൂർ. 250 വാട്ട് ഉള്ള ഉപകരണം എത്ര മണിക്കൂർ ഉപയോഗിക്കണം? 4 മണിക്കൂർ. 100 വാട്ടിലുള്ള ഒരു ബൾബ് എത്ര മണിക്കൂർ ഉപയോഗിച്ചാലാണ് ഒരു യൂണിറ്റ് ആകുക? 10 മണിക്കൂർ ഉപയോഗിച്ചാൽ. ഇനി 50 വാട്ടിൻ്റെ ഒരു ഫാൻ എത്ര മണിക്കൂർ ഉപയോഗിച്ചാലാണ് ഒരു യൂണിറ്റ് ആകുക? 20 മണിക്കൂർ. ഇതൊക്കെ എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? അതിനുള്ള വേറൊരു സൂത്രവാക്യമുണ്ട്. അതാണ് വൈദ്യുതോർജ്ജം കണ്ടെത്താനുള്ള സൂത്രവാക്യമാണ് വൈദ്യുതോർജ്ജം സമം, അതായത് E സമം P × T/1000. P എന്ന് പറഞ്ഞാൽ ടോട്ടൽ പവർ, ആകെ പവർ. T എന്ന് പറഞ്ഞാൽ സമയം മണിക്കൂർ, ടൈം ഇൻ ഹവർ /1000. അപ്പോൾ എന്താണ് വൈദ്യുതോർജ്ജം കണ്ടെത്താനുള്ള സൂത്രവാക്യം, ഇക്വേഷൻ? E = P × T/1000. E = P × T/1000. E എന്ന് പറഞ്ഞാൽ വൈദ്യുതോർജ്ജം, എനർജി. P പവർ, ടോട്ടൽ പവർ. T ടൈം ഇൻ ഹവർ /1000. ഈ ഒരു സൂത്രവാക്യം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ എത്ര ഒരു ദിവസം വൈദ്യുതി ആയി എന്ന് നമുക്ക് കണ്ടെത്താം, മെഷർ ചെയ്യാം. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഒരു കണക്ക് നോക്കൂ. എ ഗ്രൈൻഡർ ഓഫ് പവർ 750 watt works for 2 hours. Calculate the energy consumed. 750 വാട്ട് പവറുള്ള ഒരു ഗ്രൈൻഡർ 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴുള്ള വൈദ്യുതോർജ്ജം എങ്ങനെ കണ്ടെത്താം? നമ്മൾ പഠിച്ചു, ഇക്വേഷൻ നമ്മൾ പഠിച്ചു. E = P × T/1000 ആണ്. അപ്പോൾ കിലോ വാട്ട് അവറിലുള്ള ഊർജം E എന്ന് പറയുന്നത് കിലോ വാട്ട് അവറിലുള്ള ഊർജം. P ഇവിടെ 750 ആണ്. T 2 മണിക്കൂറാണ്.
അപ്പോൾ 750 ഇൻറ്റു 2/1000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1500 ഡിവൈഡ് ബൈ 1000. അപ്പോൾ അവസാനം 1.5 എന്ന് ലഭിക്കും. അതായത് 1.5 യൂണിറ്റ് എന്ന് ലഭിക്കും. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മറ്റൊരു ചോദ്യം നോക്കൂ. ഒരു വീട്ടിൽ 20 വാട്ടിൻ്റെ 5 CFL ലാമ്പുകൾ 4 മണിക്കൂറും 60 വാട്ടിൻ്റെ 4 ഫാനുകൾ 5 മണിക്കൂറും 100 വാട്ടിൻ്റെ ഒരു TV 4 മണിക്കൂറും പ്രവർത്തിപ്പിക്കുന്നു എങ്കിൽ ഒരു ദിവസം വാട്ട് അവർ മീറ്ററിൽ എത്ര യൂണിറ്റ് ഉപയോഗം രേഖപ്പെടുത്തും? ഇൻ എ ഹൗസ് 5 CFL lamp each of 20 watt works for 4 hours. 4 fans each of 60 watt works for 5 hours. And a TV of 100 watt works for 4 hours in a day. What will be the daily consumption shown by the watt hour meter? അപ്പോൾ ഈ വീട്ടിലെ ഒരു ദിവസത്തെ വൈദ്യുതോർജ്ജം എങ്ങനെ കണ്ടെത്താം എന്നത് നമുക്കൊന്ന് ചർച്ച ചെയ്തു നോക്കാം. വൈദ്യുതോർജ്ജം കണ്ടെത്താനുള്ള സൂത്രവാക്യം E = P × T/1000 എന്നാണ്. അതായത് എനർജി = പവർ ഇൻ വാട്ട് ഇൻറ്റു ഹവേഴ്സ് ഡിവൈഡ് ബൈ 1000. നമുക്ക് ആദ്യം ഇവിടെ ചെയ്യേണ്ടത് 5 CFL ലാമ്പുകൾ 4 മണിക്കൂർ വീതമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പവർ വാട്ടാണ്. എനർജി കൺസ്യൂംഡ് ബൈ 5 CFL ലാമ്പ് ഈച്ച് ഓഫ് 20 വാട്ട് ഫോർ 4 ഹവേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കൂ, E = അതിൻ്റെ ടോട്ടൽ പവർ 5 × 20 5 × 20 ആണ്. എത്ര മണിക്കൂറാണ്? ഇൻറ്റു 4 ഡിവൈഡ് ബൈ 1000. അപ്പോൾ നമുക്ക് 5 × 20 × 4 എന്നുള്ളത് 400, അതായത് 400 എന്ന് ലഭിക്കും. അപ്പോൾ 400/1000 = 0.4 യൂണിറ്റ് എന്ന് ലഭിച്ചു. അപ്പോൾ 5 CFLൻ്റെ യൂണിറ്റ് 0.4 യൂണിറ്റ് എന്ന് ലഭിച്ചു. ഇനി നോക്കൂ, 60 വാട്ടിൻ്റെ 4 ഫാനുകൾ 5 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റ് നമുക്ക് വേറെ കണ്ടെത്താം. എനർജി കൺസ്യൂംഡ് ബൈ 4 ഫാൻസ് ഈച്ച് ഓഫ് 60 വാട്ട് ഫോർ 5 ഹവേഴ്സ്. അപ്പോൾ നോക്കൂ, E = P × T/1000 അല്ലേ? അപ്പോൾ ഇവിടെ P 4 × 60 × T5 ഡിവൈഡ് ബൈ 1000. അതായത് 4 × 60 × 5 എന്നുള്ളത് 1200 എന്ന് ലഭിക്കും. ഡിവൈഡഡ് ബൈ 1000. 1200 ഡിവൈഡഡ് ബൈ 1000 = 1.2 യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ 1.2 യൂണിറ്റ് എന്ന് ലഭിച്ചു. അടുത്തത് 100 വാട്ടിൻ്റെ ഒരു TV 4 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴുള്ള യൂണിറ്റ് കണ്ടെത്തലാണ്. എനർജി കൺസ്യൂംഡ് എ TV ഓഫ് 100 വാട്ട് ഫോർ 4 ഹവേഴ്സ്. അതിൻ്റെ ഇക്വേഷൻ കണ്ടെത്താനുള്ള ഊർജ്ജം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? E = P × T ഡിവൈഡ് ബൈ 1000. അപ്പോൾ ഇവിടെ പവർ 100 ഇൻറ്റു ടൈം 4 ഡിവൈഡ് ബൈ 1000. 100 × 4/1000. അപ്പോൾ എത്രയാണ് ലഭിക്കുക? 400 ഡിവൈഡ് ബൈ 1000 = 0.4 യൂണിറ്റ്സ്. അപ്പോൾ 0.4 യൂണിറ്റ് എന്നാണ് ലഭിച്ചത്. ഇനി ആകെ ഊർജം നമുക്ക് കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ലഭിച്ച അത് മുഴുവനും ആഡ് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.4 + 1.2 + 0.4 = 2 യൂണിറ്റ് എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ ഒരു ദിവസം വിനിയോഗിച്ച ഊർജം എത്രയാണ്? 2 യൂണിറ്റ്. ഇത്തരത്തിലുള്ള ധാരാളം പ്രോബ്ലംസുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇനി നമ്മളെ kWh മീറ്ററിൽ നിന്നും വൈദ്യുതി പിന്നെ എങ്ങോട്ടാണ് എത്തുന്നത്? മെയിൻ ഫ്യൂസിലേക്കാണ്. ഫ്യൂസ് ഉണ്ട് അവിടെ. അതാണ് സാധാരണ കറണ്ട് ബില്ല് അടിച്ചിട്ടില്ലെങ്കിൽ ഈ ഫ്യൂസാണ് എന്ത് ചെയ്യുന്നത്? ഊരിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ kWh കഴിഞ്ഞാൽ മെയിൻ ഫ്യൂസ്. പിന്നെ മെയിൻ ഫ്യൂസ് കഴിഞ്ഞാൽ പിന്നെ ഏതാണുള്ളത്? മെയിൻ ഫ്യൂസ് കഴിഞ്ഞാൽ മെയിൻ സ്വിച്ച്. എന്തിനാണ് ഈ മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നത്? മെയിൻ സ്വിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? മെയിൻ സ്വിച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ മെയിൻ സ്വിച്ച് നമ്മൾ താഴ്ത്താറുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വയറിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ, അറ്റകുറ്റപ്പണികൾ വീട്ടിൽ ചെയ്യണമെങ്കിൽ മെയിൻ സ്വിച്ച് താത്തും.
അപ്പോൾ മെയിൻ സ്വിച്ച് താത്തുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ ഇലക്ട്രിസിറ്റിയുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യും, ഡിസ്കണക്ട് ചെയ്യും. അത് പൊന്തിക്കുമ്പോഴോ ഉയർത്തുമ്പോഴോ കണക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രിസിറ്റിയുമായിട്ടുള്ള കണക്ഷൻ റീകണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്യാനുമാണ് നമ്മൾ ആരുപയോഗിക്കുന്നത്, മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നത്. വൈദ്യുതിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുവാനും വൈദ്യുതിയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാനുമാണ് നമ്മൾ മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെയിൻ സ്വിച്ച് ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇനി മറ്റൊന്ന് നോക്കൂ, മെയിൻ സ്വിച്ച് കഴിഞ്ഞാൽ പിന്നുള്ള ഭാഗമാണ് ELCB. ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇതൊരു ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ട് ബ്രേക്കറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ എർത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്കോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തൊരു ഇടിമിന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ, വൈദ്യുതി കൂടുതൽ ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ ELCB എന്ത് ചെയ്യും, താഴും. ELCBയിൽ നടക്കുന്ന പ്രവർത്തനം മാഗ്നറ്റിക് എഫക്ട്സ് ആണ്. വൈദ്യുതിയുടെ കാന്തിക ഫലമാണ് അനുഭവപ്പെടുന്നത്. അതൊരു ബ്രേക്കറാണ്. വൈദ്യുതി കൂടുതലായിട്ട് വരുന്ന സമയത്ത് അതൊരു മാഗ്നറ്റായിട്ട് പ്രവർത്തിക്കുകയും അങ്ങനെ താവുകയും ചെയ്യും. പിന്നെ അത് പൊന്തിച്ചു കൊടുത്താൽ മതി. നേരെ മറിച്ച് നമ്മളൊരു ഫ്യൂസ് പോലുള്ള ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് പിന്നെ കെട്ടി അതിനുള്ള ആംബിയറേജ് കണ്ടെത്തി കുറേ പ്രയാസമാണ്. അപ്പോൾ ELCB ബ്രേക്കറുകൾ നല്ലതാണ്. അതെന്തെങ്കിലും വൈദ്യുതിയുമായിട്ടുള്ള അപകടം ഉണ്ടാവുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, താഴും. പിന്നെ അതെന്ത് ചെയ്താൽ മതി, ഉയർത്തി കൊടുത്താൽ മതി. അതാണ് ELCB. അപ്പോൾ ഈ മെയിൻ സ്വിച്ചിന്റെ സ്ഥാനം എവിടെയാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. എവിടെയാണ് മെയിൻ സ്വിച്ചിന്റെ സ്ഥാനം? മെയിൻ ഫ്യൂസിനും ELCBക്കും ഇടയിൽ, ബിറ്റ്വീൻ മെയിൻ ഫ്യൂസ് ആൻഡ് ELCB. അപ്പൊ ആ ഘട്ടങ്ങൾ മനസ്സിലായല്ലോ. ആദ്യം വൈദ്യുതി എത്തുന്നത് എവിടെയാണ്? വാട്ടവർ മീറ്റർ, പിന്നെ മെയിൻ ഫ്യൂസ്, പിന്നെ മെയിൻ സ്വിച്ച്, പിന്നെ ELCB. ഇനി നമ്മുടെ ഓരോ റൂമുകളിലേക്കും നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഫ്യൂസ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഉപയോഗിക്കും ബോർഡിന്റെ അടുത്ത്. അതിനെ നമ്മൾ MCB എന്ന് പറയാം. MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. മിനിയേച്ചർ, C സർക്യൂട്ട്, B ബ്രേക്കർ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇതും ബ്രേക്കറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഫ്യൂസിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് MCB. വൈദ്യുതി നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു റൂമിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഇൻസുലേഷൻ തകരാറുള്ള അവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓവറായിട്ട് ലോഡ് ഉണ്ടാവുമ്പോഴോ ഈ കറന്റ് അടിച്ചു പോകേണ്ട സന്ദർഭം വരുമ്പോൾ ഈ ബ്രേക്കർ എന്ത് ചെയ്യും, താഴും. അപ്പോൾ അതെന്ത് ചെയ്താൽ മതി, ഉയർത്തി കൊടുത്താൽ മതി. അപ്പോൾ MCB വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂസിന്റെ ആംബിയറേജ് കണ്ടെത്തണ്ട, അത് കെട്ടണ്ട. ഇപ്പൊ രാത്രിയൊക്കെ അടിച്ച് ഇങ്ങനെ താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂസ് ആണെങ്കിൽ, സാധാരണ ഫ്യൂസ് ആണെങ്കിൽ കാറ്ററിഡ്ജ് ടൈപ്പ് പോലുള്ള ഫ്യൂസ് ആണെങ്കിൽ, പൊട്ടിപ്പോകുന്ന ഫ്യൂസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഫ്യൂസ് വയർ തേടി പോകണം. നമുക്ക് ആംബിയറേജ് കണ്ടെത്താൻ കഴിയൂല. മനസ്സിലാവും, എത്ര ആംബിയറേജ് എന്ന് അറിയില്ല. അപ്പം നമ്മളാകെ പ്രശ്നമാവും. പിന്നെ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്യൂസ് അടിച്ചു പോകാത്ത സന്ദർഭം വരുമ്പോൾ അപകടം എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ബ്രേക്കർ ആവുമ്പോൾ MCB ആവുമ്പോൾ ഇതെന്ത് ചെയ്യും, താഴുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഉയർത്തി കൊടുത്താൽ മതി. അപ്പോൾ MCB എന്ന് പറയുന്നത് ഫ്യൂസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് ഒരുപാട് ബ്രേക്കറുകൾ ഉണ്ടാവും. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കൂ, ഉണ്ടോ, ഒരുപാട് ബ്രേക്കറുകൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ബ്രേക്കറാ താന്നുണ്ടാവുക. അപ്പം ആ റൂമിലുള്ള ഉപകരണത്തിൽ എന്താണ് പ്രശ്നം നോക്കിയാൽ മതി. കൂടുതൽ താവുന്നുണ്ടെങ്കിൽ ഒരു വയർമാനെ കണ്ടിട്ട് എന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം, ശരിയാക്കണം. ഇല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഇതൊക്കെ സംരക്ഷിക്കാൻ, നമ്മളെ വൈദ്യുതിയുമായുള്ള അപകടങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ചില ഡിവൈസസുകളാണ് എന്ത്, ഒന്ന് MCB, മറ്റൊന്ന് ELCB. പിന്നെ ഈ MCB കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉപകരണങ്ങളിലേക്കാണ് കറണ്ട് വരുന്നത്. ബൾബാണെങ്കിൽ ബൾബിലേക്ക്, ഫാൻ ആണെങ്കിൽ ഫാനിലേക്ക്, ഇസ്തിരിപ്പെട്ടി ആണെങ്കിൽ ഇസ്തിരിപ്പെട്ടിക്ക്, ഏത് ഡിവൈസാണോ നമ്മൾ വീട്ടിലുള്ളത് അതിലേക്ക് എന്ത് ചെയ്യും, കറണ്ട് വരും. പിന്നെ എന്ത് ചെയ്യും, പ്രവർത്തിക്കും. അപ്പോൾ ആ സ്റ്റെപ്പുകളൊന്ന് പറയാം. വീട്ടിൽ ഒരു ബൾബ് കത്തണങ്ങളിലുള്ള അല്ലെങ്കിൽ ഫാന് വർക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ, കറണ്ട് വരുന്ന സ്റ്റെപ്പുകൾ ഒന്നും കൂടി ആവർത്തിച്ച് പറയാം. ഒന്ന് ശ്രദ്ധിക്കുക. ഡിസ്ട്രിബ്യൂഷൻ ലൈൻ, കിലോ വാട്ട് അവർ മീറ്റർ, മെയിൻ ഫ്യൂസ്, മെയിൻ സ്വിച്ച്, ELCB, MCB,
സ്വിച്ച്, ബൾബ്. അപ്പൊ ഇനി ഒരു ഫാൻ വർക്ക് ചെയ്യണമെങ്കിലോ ഡിസ്ട്രിബ്യൂഷൻ ലൈന്, കിലോ വാട്ട് അവർ മീറ്റർ, മെയിൻ ഫ്യൂസ്, മെയിൻ സ്വിച്ച്, ELCB, MCB, സ്വിച്ച്, ഫാന്. ഇനി ഒരു ഇസ്തിരിപ്പെട്ടി ആണെങ്കിലോ, ഇസ്തിരിപ്പെട്ടി വർക്ക് ചെയ്യണമെങ്കിലോ ഏതൊക്കെ സ്റ്റെപ്പുകൾ പറയാൻ പറ്റുമോ? ഡിസ്ട്രിബ്യൂഷൻ ലൈന്, കിലോ വാട്ട് അവർ മീറ്റർ, മെയിൻ ഫ്യൂസ്, മെയിൻ സ്വിച്ച്, ELCB, MCB, സ്വിച്ച്, ഇസ്തിരിപ്പെട്ടി, അതായത് അയൺ ബോക്സ്. അപ്പൊ ആ ഘട്ടങ്ങൾ മനസ്സിലായല്ലോ. ഈ ഘട്ടം നിങ്ങൾ ഇതേപോലെ തന്നെ പഠിക്കുക. ഈ ഘട്ടം ഇവിടെ ഒന്ന് നോക്കൂ, ഈ ചിത്രത്തിൽ നോക്കൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഘട്ടങ്ങൾ അതിലുണ്ടല്ലോ. അപ്പൊ അതൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം എത്തുന്നത്, നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് എത്ര ലൈനാണ്? 2 ലൈൻ. ഒന്ന് ഫേസ്, മറ്റൊന്ന് ന്യൂട്രൽ. ആദ്യം എത്തുന്നത് ഏത് ഉപകരണത്തിലേക്കാണ്? കിലോ വാട്ട് അവർ മീറ്റർ, പിന്നെ മെയിൻ ഫ്യൂസ്, പിന്നെ മെയിൻ സ്വിച്ച്, പിന്നെ ELCB, MCB, സ്വിച്ച് ഉപകരണം. മനസ്സിലായല്ലോ. ഇനി ഇവിടെ നമ്മുടെ വീട്ടിൽ 3 ലൈനുകൾ കാണാൻ സാധിക്കും. ഈ മെയിൻ സ്വിച്ചിന്റെ അടുത്ത് വേറൊരു ലൈനും കൂടി ഉണ്ട്. അതിന്റെ പേരാണ് എർത്ത് ലൈൻ. അപ്പൊ 3 ലൈനാണ് നമ്മൾ വീട്ടിൽ വരുന്നത്. 2 ലൈനാണെങ്കിലും വീട്ടിൽ നിന്ന് ഒരു ലൈനും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വരുന്നത് ഫേസ്, ന്യൂട്രൽ. പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് എർത്ത് ലൈൻ. അപ്പോൾ 3 ലൈനാണ് നമ്മുടെ വീട്ടിലുള്ളത്. ഒന്ന് ഫേസ്, മറ്റൊന്ന് ന്യൂട്രൽ, മറ്റൊന്ന് എർത്തിങ്. എർത്തിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. വൈദ്യുത അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു സംവിധാനമാണ് എർത്തിങ്. അപ്പോൾ വൈദ്യുതി കൂടുതൽ ആവശ്യമായി വരുന്ന ഉപകരണങ്ങളിലൊക്കെ എർത്ത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളെ വീട്ടില് നിങ്ങൾ 3 പിൻ പ്ലഗ് ആണ് ഉണ്ടാവും. 5 ഓട്ടയാണ് ഉണ്ടാകുക, പക്ഷെ അതിന്റെ പേര് 3 പിൻ ആണ്. 3 പിൻ സോക്കറ്റ്, 3 പിൻ പ്ലഗ്. അപ്പൊ കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരുന്ന ഉപകരണങ്ങളൊക്കെ 3 പിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പൊ 3 പിന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, അതിൽ 3 പിന്നാണ് ഉണ്ടാകുക. അതിൽ വലിയ ഹോള്, വലിയ ഓട്ടയുള്ള ഇത് എർത്താണ്. എന്താണ് എർത്ത് എന്ന് പറഞ്ഞാൽ? ചാർജിനെ നിർവീര്യമാക്കാൻ, ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ കണക്റ്റഡ് ടു 1 വയർ ടു ദി എർത്ത്. ഭൂമിയിലേക്ക് ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എർത്തിങ് എന്ന് പറയാം. അപ്പൊ മെയിൻ സ്വിച്ചിന്റെ അവിടെ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ടാവും. എല്ലാ ഉപകരണങ്ങളിലേക്കും എല്ലാ സോക്കറ്റുകളിലേക്കും ഈ എർത്ത് പോയിട്ടുണ്ടാവും. അപ്പൊ എർത്ത് നമ്മൾ എന്ത് ചെയ്യും, സംരക്ഷിക്കും. വൈദ്യുത അപകടം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സംരക്ഷിക്കും. കാരണം ആ ചാർജിനെ ഭൂമിയാണ് സ്വീകരിക്കുക. ഇല്ലെങ്കിൽ നമ്മളെ ശരീരം എന്ത് ചെയ്യും, സ്വീകരിക്കും. അപ്പൊ നമ്മൾ വീട്ടിൽ 3 ലൈനാണുള്ളത്. ഒന്ന് ഫേസ്, മറ്റൊന്ന് ന്യൂട്രൽ, മറ്റൊന്ന് എർത്ത്. എന്തിനാ ഫേസിന്റെ പ്രത്യേകത എന്താ? ഫേസിലാണ് ചാർജ് ഉള്ളത്. നമ്മളൊരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പിന്നിലിട്ട് കഴിഞ്ഞാൽ, ആ സോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫേസ് ഉള്ളടുത്ത് എന്ത് ചെയ്യും, ടെസ്റ്റർ ബൾബ് കത്തും. അതെന്താ കാരണം? അവിടെ എന്തുണ്ട്, ചാർജ് ഉണ്ട്. ന്യൂട്രലിൽ ഇട്ട് കഴിഞ്ഞാൽ കത്തൂല, അവിടെ എന്ത് ചെയ്യുക, ചാർജ് ഇല്ല. എർത്തിലും കത്തൂല, ചാർജ് ഇല്ല. ഇനി 3 ലൈനിനും കത്തുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു ഇലക്ട്രീഷ്യനെ കാണിച്ചുകൊണ്ട് അത് നന്നാക്കണം. ഇല്ലെങ്കിൽ അപകടം ഉണ്ടാവും, ഷോർട്ട് ഉണ്ടാവും, ഉപകരണങ്ങൾ നശിക്കും. അപ്പോൾ എർത്ത് നമ്മൾ ചെയ്യുന്നത്, എർത്ത് വയർ ചെയ്യുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, കറണ്ടിന്റെ അപകടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയാണ് എർത്തിങ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് എർത്ത് ചെയ്യുന്നത്. പിന്നെ ഈ ഫേസിന് കൊടുക്കുന്ന കളർ ഏതാ, വയറിന് കൊടുക്കുന്നത് നമ്മൾ അറിയാൻ വേണ്ടി ചുവപ്പാണ് കൊടുക്കുക. റെഡ് കളറാണ് ഫേസിന് കൊടുക്കുക. ന്യൂട്രൽ നമുക്ക് യെല്ലോ കൊടുക്കാം, ബ്ലാക്ക് കൊടുക്കാം, ബ്ലൂ കൊടുക്കാം. എന്നാൽ എർത്തിന് നമ്മൾ കൊടുക്കുന്ന കളർ ഗ്രീനാണ്. നമ്മൾ ഓരോ ലൈനിനും കൊടുക്കുന്ന കളറുകൾ മനസ്സിലായല്ലോ. ഫേസ് ലൈന് റെഡ് കളർ കൊടുക്കുന്നു, ന്യൂട്രൽ ലൈന് ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ ഒക്കെ കൊടുക്കാം. എന്നാൽ എർത്ത് ലൈൻ നമ്മൾ കൊടുക്കുന്നത് ഗ്രീൻ കളറാണ്. ഇനി നമ്മൾ ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ്, ഈ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ ഏത് കണക്ഷനാണ് ഇതിനെ ഘടിപ്പിക്കേണ്ടത്. വിച്ച് കണക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ഹൗസ് ഹോൾഡ് വയറിംഗ്. ഏത് കണക്ഷനാണ് നമ്മൾ ഹൗസ് ഹോൾഡ് വയറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്? പാരലൽ കണക്ഷനാണ്. നമ്മൾ മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാരലും സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുമ്പോഴുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമ്മൾ
ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ എന്തുകൊണ്ടായിരിക്കും പാരലായിട്ട് ഓരോ ഡിവൈസസിനെയും കണക്ട് ചെയ്യാനുള്ള കാരണം? പാരലായിട്ട് സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, പാരലായിട്ട് അതായത് സമാന്തരമായി ഉപകരണങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ, ഘടിപ്പിക്കുമ്പോഴുള്ള പ്രത്യേകതകൾ ഓരോ ഉപകരണത്തിനെയും പ്രത്യേകം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിയന്ത്രിക്കാൻ കഴിയും. ഓൾ ഡിവൈസസ് കൺട്രോൾ ഇൻഡിവിജ്വലി. ഓരോ ഡിവൈസസിനെയും പ്രത്യേകം കൺട്രോൾ ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് സീരീസിലാണ് നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിച്ചു കഴിഞ്ഞു വിചാരിച്ചു, ബെഡ്റൂമിലുള്ള ലൈറ്റ് ഇടാണെങ്കിൽ എല്ലാ ലൈറ്റ് ഇടേണ്ടി വരും. ഇപ്പോൾ മാസ്റ്റർ സ്വിച്ച് ഉണ്ട്, അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. വീട്ടിലെ ഓരോ മൂലയിലും ലൈറ്റ് കത്തും, അപ്പോൾ അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അവിടെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ രാത്രി വല്ല കള്ളന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മൂലയിൽ ലൈറ്റ് ഇടുമ്പോൾ കള്ളം ചിലപ്പോൾ സ്ഥലം വിട്ടിട്ടുണ്ടാവും. നേരെ മറിച്ച് ആ മാസ്റ്റർ സ്വിച്ചിന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മൂലയിലും ഗേറ്റിലൊക്കെ കത്തി. അപ്പോൾ കള്ളങ്ങനെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഓടാൻ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വാതിൽ തുറന്നിട്ട് കള്ളനെ പിടിക്കാൻ സാധിക്കും. നേരെ മറിച്ച് അവിടെ നമ്മൾ സാധാരണ പാരലല്ല കണക്ട് ചെയ്യുക, അവിടെ സീരീസിലായിട്ട് കണക്ട് ചെയ്യും. മാസ്റ്റർ സ്വിച്ച് കണ്ടിട്ടുണ്ടാവും, ചില വീടുകളിലൊക്കെ ഉണ്ടാവാറ്. എന്നാൽ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഡിവൈസസുകളൊക്കെ ഉപകരണങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത് പാരലായിട്ടാണ്. അപ്പോൾ ഓരോ ഡിവൈസസിനെയും പ്രത്യേകം എന്ത് ചെയ്യുക? നിയന്ത്രിക്കാം. ഈച്ച് ഡിവൈസ് കൺട്രോൾ ഇൻഡിവിജ്വലി, ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത്, ഒരു ഡിവൈസ്, ഏതെങ്കിലും ഡിവൈസ് കേടൊന്നു വിചാരിച്ചോളൂ, ഡാമേജ് ചെയ്ത് വിചാരിച്ചോളൂ, അപ്പോൾ നമുക്ക് മറ്റു ഉപകരണങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. ഏത് കണക്ഷൻ ആണെങ്കിൽ? പാരലാണെങ്കിൽ. If one device is damaged, it does not affect all devices. ഏത് രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ? പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ഡിവൈസ്, ഒരു ഉപകരണം നശിച്ചാലും മറ്റു ഉപകരണങ്ങളെ അത് ബാധിക്കുന്നില്ല. മൂന്നാമത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ഉപകരണങ്ങളിലേക്കും സെയിം വോൾട്ടേജ് സപ്ലൈ ചെയ്യാൻ കഴിയും, ഒരേ വോൾട്ടേജ് സപ്ലൈ ചെയ്യാൻ കഴിയും. മറ്റൊരു പ്രത്യേകത, നമ്മൾ ഓരോ ഉപകരണത്തിനെയും പ്രത്യേക വാട്ട്, പവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ ലേബൽ ചെയ്ത പവറിനനുസരിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഏത് രീതിയിൽ കണക്ട് ചെയ്യണം? പാരലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ലേബൽഡ് ചെയ്ത പവറിനനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യണം. സമാന്തരമായി കണക്ട് ചെയ്യുമ്പോൾ ലേബൽ ചെയ്ത, രേഖപ്പെടുത്തിയ പവറിനനുസരിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിക്കും. മറ്റൊന്ന്, റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ടു ഡിക്രീസ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പാരലായിട്ട്, അതായത് സമാന്തരമായി ഉപകരണങ്ങളെ ഘടിപ്പിച്ചാലുള്ള ചില നേട്ടങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഉപകരണങ്ങളെ സമാന്തരമായി, അതായത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുണ്ടാവുന്ന ചില മെറിറ്റ്സുകളാണ് ഒരിക്കൽ കൂടി ഇവിടെ പറയുന്നത്. രേഖപ്പെടുത്തിയ പവറിനനുസരിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. ഡിവൈസസ് വർക്ക്സ് അക്കോർഡിംഗ് ടു ദി മാർക്ക്ഡ് പവർ. ഉപകരണങ്ങളെ സ്വിച്ച് ഉപയോഗിച്ച് യഥേഷ്ടം നിയന്ത്രിക്കാൻ കഴിയുന്നു. ഡിവൈസസ് ക്യാൻ ബി കൺട്രോൾഡ് യൂസിങ് സ്വിച്ചസ് ആസ് പെർ നീഡ്. എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് ലഭിക്കും. ആൾ ഡിവൈസസ് ഗെറ്റ് ഈക്വൽ വോൾട്ടേജ്. സഫല പ്രതിരോധം സർക്യൂട്ടിൽ കുറവായിരിക്കും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ലോ. പ്രധാന ആശയങ്ങൾ മനസ്സിലായല്ലോ. പാഠപുസ്തകത്തിലെ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മുടെ വീട്ടിലേക്കുള്ള വൈദ്യുത ലൈൻ ആദ്യം ബന്ധിപ്പിക്കുന്നത് ഏത് ഉപകരണത്തിലേക്കാണ്? ടു വിച്ച് ഡിവൈസ് ഈസ് ദ ഇലക്ട്രിക് ലൈൻ റീച്ചിങ് അവർ ഹോം കണക്റ്റഡ് ഫസ്റ്റ്? നമ്മൾ പഠിച്ചു ഏത് ഉപകരണത്തിലേക്കാണ്? കിലോ വാട്ട് ഹവർ മീറ്ററിലേക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എർത്ത് ലൈൻ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രം വേർ ഡസ് ദി എർത്ത് ലൈൻ സ്റ്റാർട്ട്? നമ്മൾ പഠിച്ചു കിലോ വാട്ട് അവർ മീറ്ററിൻ്റെ അവിടെ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? വാട്ട് ഈസ് ദി യൂസ് ഓഫ് എ വാട്ട് അവർ മീറ്റർ? വാട്ട് അവറിൻ്റെ മീറ്ററിൻ്റെ ഉപയോഗം എന്താണ്? വൈദ്യുതോർജ്ജം അളക്കാൻ. ടു മെഷർ ദി ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഏതു ലൈനിലാണ് ഫ്യൂസുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്? ഇൻ വിച്ച് ലൈൻസ് ആർ ഫ്യൂസസ് കണക്റ്റഡ്? ഏത് ലൈനിലാണ് ഫ്യൂസ് ഘടിപ്പിക്കേണ്ടത്? ഫേസ് ലൈനിൽ. സ്വിച്ചും അതുപോലെ തന്നെ ഫ്യൂസും ഘടിപ്പിക്കേണ്ടത് ഫേസ് ലൈനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
മെയിൻ സ്വിച്ചിൻ്റെ ധർമ്മം എന്താണ്? ഇതിൻ്റെ സ്ഥാനം സർക്യൂട്ടിൽ എവിടെയാണ്? വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ദി മെയിൻ സ്വിച്ച്? വെർ ഈസ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദി സർക്യൂട്ട്? മെയിൻ സ്വിച്ചിൻ്റെ ധർമ്മം എന്താണ്? ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ എത്തുന്ന വൈദ്യുതിയെ നിയന്ത്രിക്കുക എന്നതാണ് ധർമ്മം. ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൻ്റെ ആരംഭത്തിൽ മെയിൻ ഫ്യൂസിനും ELCBക്കും ഇടയിലായിട്ടാണ് മെയിൻ സ്വിച്ചിൻ്റെ സ്ഥാനം. ടു വിച്ച് ഓഫ് ദി ഇലക്ട്രിക് സപ്ലൈ വെൻ നെസസറി ഇഫ് ദർ ഈസ് എ നീഡ് ഫോർ റിപ്പയറിംഗ് ദി fault in the internal wiring circuit, main switch can be turned off. Main switch is connected in between main fuse and ELCB. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ഫേസും ന്യൂട്രലും അല്ലാത്ത മൂന്നാമത്തെ ലൈൻ ഏതാണ്? ഇൻ ദി ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് വിച്ച് ഈസ് ദ തേർഡ് ലൈൻ അതർ ദാൻ ദി ഫേസ് ആൻഡ് ദി ന്യൂട്രൽ? അതേത് ലൈനാണ്? എർത്ത് ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫേസ്, ന്യൂട്രൽ, എർത്ത് എന്നീ ലൈനുകൾക്ക് ഏതെല്ലാം നിറങ്ങളിലുള്ള വയറുകളാണ് ഉപയോഗിക്കുന്നത്? വാട്ട് ആർ ദി കളേഴ്സ് യൂസ്ഡ് ഫോർ വയേഴ്സ് ഇൻ ഫേസ്, ന്യൂട്രൽ ആൻഡ് ദി എർത്ത് ലൈൻ? നമ്മൾ പഠിച്ചു. ഫേസ് ലൈനിന് റെഡ് കൊടുക്കുന്നു, ന്യൂട്രൽ ലൈനിന് ബ്ലാക്ക് കൊടുക്കാം, മറ്റ് കളറുകളും കൊടുക്കാമെന്ന് ചർച്ച ചെയ്തു. എർത്ത് ലൈനിന് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഗാർഹിക ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? ശ്രേണിയാണോ സമാന്തരമാണോ? ഇങ്ങനെ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാം? ഹൗ ആർ ദി ഹൗസ് ഹോൾഡ് ഡിവൈസസ് കണക്റ്റഡ്, സീരീസ് ഓർ പാരലൽ? യു ഹാവ് അണ്ടർസ്റ്റുഡ് ദി അഡ്വാൻറ്റേജസ് ഓഫ് കണക്റ്റിംഗ് ഡിവൈസസ് ഇൻ പാരലൽ. റൈറ്റ് ദം ഡൗൺ. ഇതിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞു. സമാന്തരമായി, അതായത് പാരലായിട്ടാണ് കണക്റ്റ് ചെയ്യുന്നത്. തൊട്ടു മുമ്പ് ഇതിൻ്റെ ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ. ഈ വീഡിയോ നല്ലതുപോലെ കാണുക, തുടരെ ഒന്നിലധികം പ്രാവശ്യം കാണുക. ഇതിലെ ആശയങ്ങൾ നിങ്ങൾ നോട്ട് പുസ്തകങ്ങൾ, സയൻസ് ഡയറികളിൽ എഴുതി വെക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്സ് ടീച്ചേഴ്സിനോട് വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി, മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.